പുത്തുമലയിൽ കണ്ണീർ കുഴിമാടങ്ങൾ. പ്രധാന തലക്കെട്ടുകളിലേക്ക്. പുത്തുമലയിൽ ഒരുങ്ങിയത് 200 കൂട്ടക്കുഴിമാടങ്ങൾ. നെഞ്ചുപൊട്ടി നാട്. സംസ്കാരം പൂർത്തിയാക്കിയത് ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മൃതശരീരങ്ങളായി പരിഗണിച്ച് ഉരുളെടുത്തത് 402 പേരെ. ഏഴാം നാളും തെരച്ചിൽ തുടരുന്നു. ദുരന്തബാധിത മേഖലയിൽ പ്രവേശനത്തിന് കർശന നിയന്ത്രണം. സൂചിപ്പാറ വനത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി സൈന്യം. കാണാതായവരെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ കണക്കില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. റീബിൽഡ് വയനാടിനായി വീണ്ടും സാലറി ചലഞ്ചുമായി സംസ്ഥാന സർക്കാർ. പുനരധിവാസത്തിന് 10 ദിവസ ശമ്പളം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സർവീസ് സംഘടനകളുടെ യോഗത്തിൽ. इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और इलीगल एक्टिविटी माइनिंग नहीं होनी चाहिए. उसका एक बहुत बड़ा नुकसान वहाँ पे हुआ है. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം. ഖനനത്തിനും കയ്യേറ്റത്തിനും സംസ്ഥാന സർക്കാർ നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ നയരൂപീകരണം വേണമെന്ന് വി ഡി സതീശൻ. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കാനാകില്ലെന്നും കോടതി. റെഡ് അലർട്ട് പിൻവലിച്ചതിനു ശേഷം ദൌത്യം തുടരുമെന്ന് സർക്കാർ കോടതിയിൽ. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ചു. ഇന്ത്യയിൽ അഭയം തേടിയുമെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ. പ്രധാനമന്ത്രിയുടെ വസതി കൈയടക്കി പ്രക്ഷോഭകാരികൾ. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. അപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി. ലഫ്റ്റനന്റ് ഗവർണറുമായുള്ള തർക്കത്തിൽ എ.പി സർക്കാരിനും കനത്ത തിരിച്ചടി. മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഗവർണർക്ക് നിയമനം നടത്താം. സർക്കാരിന്റെ അനുമതി വേണ്ടെന്നും സുപ്രീം കോടതി. രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച. രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഓഹരി വിപണിയിലും വന്നിടിവ്. തിരുവനന്തപുരത്ത് 4 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നെയ്യാറ്റിങ്കര കണ്ണറവിളയിൽ യുവാവ് മരിച്ചത് അസുഖത്തെ തുടർന്ന്. മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. കായംകുളം MSM കോളേജിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പരിസരത്ത് ദിവസങ്ങളായി അപരിചിതൻ. പരാതി നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും നടപടിയില്ല. ഞങ്ങൾക്ക് ഉറക്കമില്ല. ആളെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കണം എന്നൊരു കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഹോസ്റ്റൽ അറിയാമെന്ന് പോലും അറിയത്തില്ല. വയനാട്ടിലെ മഹാദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുകയാണ്. പുത്തുമലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 189 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. ഇതിൽ 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ്. പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് സംസ്കാരം. മേപ്പാടിയിലെ താൽക്കാലിക മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസുകളിലാണ് എത്തിക്കുന്നത്. പുത്തുമലയിൽ നിന്ന് വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നെഞ്ചു പൊട്ടിനാട് നിൽക്കുന്ന കാഴ്ചകൾ. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കൂട്ടസംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ ഇന്നും അത് ആവർത്തിക്കുന്നു. എത്ര സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങളുടെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ? ഇനിയും ബാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണോ അവിടെ? അപർണ, ഈ ദുരന്തത്തിലെ ഏറ്റവും നൊമ്പരമുളവാക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ പുത്തുമലയിലെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ പന്തൽ. ഈ ടേബിളുകളിൽ
വെച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തികളുടെ ശരീരഭാഗങ്ങളാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഒരു വ്യക്തിയുടെ ശിരസാണ്, അതിനപ്പുറത്തെ കാൽപാദമാണ്, അതിനപ്പുറത്തെ കൈയാണ്. അങ്ങനെ ഒരു കുഞ്ഞു വിരലടക്കം അത് ഒരു വ്യക്തിയായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ 64 വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ ഇവിടെ ഈ ടേബിളുകളിൽ നിരത്തി വെക്കുമ്പോൾ അത് മനസാക്ഷി മരവിച്ചു പോകുന്ന, കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകളായി. ഒരുപക്ഷെ എന്നും ഈ ദുരന്തത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖം, ഈ ഏറ്റവും ക്രൂരമായ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ദാരുണമായ കാഴ്ചയായിരിക്കും. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി പോലീസ് അവർക്ക് അവസാന ആദരവ് നൽകുകയാണ്. അതിനുശേഷമായിരിക്കും ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. പുത്തുമലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാടിന്റെ കണ്ണീർ ഇറ്റിക്കുന്ന സംസ്കാര ചടങ്ങുകളാണ്. കൂട്ടക്കുഴിമാടങ്ങളുടെ ദൃശ്യങ്ങൾ, 200 കൂട്ടക്കുഴിമാടങ്ങൾ, കണ്ണീർ കുഴിമാടങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന കൂട്ടക്കുഴിമാടങ്ങൾ അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 16 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് അല്പം മുൻപ് പൂർത്തിയായത്. അവശേഷിക്കുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഡാൻ പറഞ്ഞു വന്നതിലേക്ക് ഡാൻ, ഇനി എപ്പോഴത്തേക്ക് പരിപൂർണമായിട്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നുള്ള സൂചനകളുണ്ട് അവിടെ നിന്ന്? അഥവാ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ദേവാലയത്തിന്റെ ഇടവക വികാരിമാരാണ് ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷമായിരിക്കും ഹൈന്ദവ ആചാരപ്രകാരം ചൂരൽമല ശിവക്ഷേത്രത്തിന്റെ ആചാര്യന്മാർ, സ്വാമിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾ നടക്കുക. അതിനുശേഷം പ്രാർത്ഥനകൾ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഓരോ ഘട്ടം, പല ഘട്ടങ്ങളായിട്ടാണ് 200 കുഴിമാടങ്ങളിലേക്കുള്ള മൃതദേഹങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങളെ, ഓരോ മൃതദേഹ ഭാഗങ്ങളെയും ഒരു മൃതദേഹമായി കണക്കിലെടുത്തുകൊണ്ടാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 16 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിക്കുന്നു. ഇന്നലെ രാത്രിയും ആണ് സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങിയത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നെഞ്ച് പിളർക്കുന്ന കാഴ്ചയാണ്. പൂർണ്ണമല്ലാത്ത ശരീരഭാഗങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിക്കുന്ന സാഹചര്യം. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ സന്നദ്ധ പ്രവർത്തകരെല്ലാം സജീവമായി തന്നെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഈ മണിക്കൂർ വരെ പുത്തുമല ഹാരിസൺ പ്ലാന്റേഷന്റെ തോട്ടത്തിൽ ആ സംസ്കാര ചടങ്ങുകൾക്ക് നടക്കുമ്പോൾ അതിന് സാക്ഷിയാകാൻ പ്രിയപ്പെട്ടവർക്ക്, എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി നൽകാൻ എത്തുന്നവരുടെ, ഒഴുകിയെത്തുന്നവരുടെ തിരക്ക് കൂടി അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ക്രൈസ്തവ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന, പിന്നീട് ഹൈന്ദവ മതാചാരപ്രകാരം, അതിനുശേഷം ഇസ്ലാം മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളെല്ലാം, അന്ത്യോപചാരവുമെല്ലാം നൽകിയാണ് ഓരോ മൃതദേഹവും അടക്കം ചെയ്യുന്നത്. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, എത്ര മൃതദേഹങ്ങൾ കുടീരി സംസ്കരിക്കാനുണ്ടാകും? ഇപ്പോഴും ഓരോ ഘട്ടമായി പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. 31 മൃതദേഹങ്ങൾ അത് എന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് വൈത്തിരി 64 മൃതദേഹ ഭാഗങ്ങൾ, ആ മൃതദേഹ ഭാഗങ്ങൾ 3 ആംബുലൻസുകളിലായി ഇവിടേക്ക് എത്തിച്ചത്. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ആദരവ് അർപ്പിച്ചതിന് ശേഷം സർവമത പ്രാർത്ഥന നടത്തുകയാണ്. സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ ഇടവക വികാരി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രൈസ്തവ സഭയുടെ പ്രാർത്ഥന. അതിനുശേഷം ചൂരൽമല ശിവക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ, ആചാര്യന്മാർ അടക്കം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷമായിരിക്കും ഇമാമിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുക. അത് പൂർത്തിയായതിനു ശേഷം നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കണ്ട താഴ്ഭാഗത്തുള്ള കുഴിമാടങ്ങൾ തികയില്ല ഓരോന്നായി സംസ്കരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ, ഈ പന്തലിന്റെ മുകൾ ഭാഗത്ത് ഇതേ സമയത്ത് തന്നെ കൂടുതൽ കുഴിമാടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലങ്ങളിലേക്ക് കൂടിയായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുക. ഈ ശരീരഭാഗങ്ങൾ വ്യക്തികളായി ഈ കുഴിമാടങ്ങൾ
31 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് പൂർണ്ണമായിരിക്കുന്നത്. ബാക്കി 169 മൃതദേഹങ്ങൾ, അല്ലെങ്കിൽ അതിൽ തന്നെ 154 എണ്ണം ശരീരഭാഗങ്ങളാണ്. അതാണ് ഓരോ മൃതദേഹമായി കണക്കാക്കിക്കൊണ്ട് അടക്കം ചെയ്യുന്നത്, സംസ്കരിക്കുന്നത്. സർവമത പ്രാർത്ഥനകൾ നടക്കുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് 402 എന്നുള്ളവയാണ്. അതിൽ മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നുമെല്ലാം കണ്ടെടുത്തവയിൽ 180ഓളം ശരീരഭാഗങ്ങളാണ് എന്നുള്ള ഉള്ളുലയ്ക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി ഇതിനൊപ്പമുണ്ട്. ഒട്ടും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ 8 എണ്ണമാണ് ഇന്നലെ സംസ്കരിച്ചത്. ബാക്കിയുള്ള മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നത്. MJ മിഥുൻ ചേരുന്നു. മിഥുൻ, 31 മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. ഇനിയും ഓരോ ഘട്ടമായിട്ട് മൃതദേഹങ്ങൾ അവിടെ എത്തിച്ച ശേഷം എല്ലാ മൃതദേഹങ്ങളും എപ്പോഴത്തേക്ക് മേപ്പാടിയിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് പുത്തുമലയിലെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്? അപർണ, ഇതിന്റെ കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ആദ്യം തന്നെ ഈ ഒരു 31 മൃതദേഹങ്ങൾ എത്തിച്ച് അത് സംസ്കരിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ. അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി 158ഓളം ശരീരഭാഗങ്ങളുണ്ട്. അവ കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അത് ഓരോന്നായി ഇവിടേക്ക് എത്തിക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു സംസ്കാരം നടത്തുക. അത് സർവമത പ്രാർത്ഥനയോടുകൂടി ആ ശരീരഭാഗങ്ങൾ ഓരോ കുഴിയിലായി എടുത്തിട്ടുള്ള ഓരോ കുഴിയിലായി അത് അടക്കം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ DNA റിപ്പോർട്ടുകളും ഒപ്പം തന്നെ അതിന്റെ രേഖകളും ഉൾപ്പെടെ ഈ ഒരു ഈ ശരീരത്തിനൊപ്പം വെക്കും എന്നും നേരത്തെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. അതായത് ആരാണെന്ന് അറിയാൻ കഴിയാത്ത 189ഓളം പേരുടെ മൃതദേഹമാണ്. അതിൽ 158 പേരുടെ ശരീരഭാഗങ്ങളാണുള്ളത്. 31 പേരുടെ മുഴുവൻ മൃതദേഹമാണ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഈ 189 മൃതദേഹങ്ങളാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം 8 പേരുടെ മൃതദേഹം ഈ സ്ഥലത്ത് തന്നെ, ഈ പുത്തുമലയിലെ ഈ പ്രദേശത്ത് തന്നെ അടക്കം ചെയ്തിരുന്നു. ആ സമയത്ത് 9 പേരുടെ മൃതദേഹം അടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ പോലും തന്നെ അവസാന നിമിഷം ഈ മൃതദേഹം അതിൽ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുകയും അത് പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ, അതായത് ഈ ഓരോ കുഴിയിടത്തിലും അത് വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തുകയാണ് ഈ പ്രദേശത്ത്. മറ്റ് സ്ഥലത്ത് ഇപ്പോൾ പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ചടങ്ങ് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാത്രി വൈകിയും, അതായത് ഇന്ന് തന്നെ ഈ ഒരു പ്രവർത്തനം, അതായത് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന് തന്നെ ഇതെല്ലാം ഇത്തരത്തിൽ അഴുകിയ നിലയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത്. ഒപ്പം തന്നെ ഈ ഒരു ശരീരഭാവങ്ങളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പൂർണ്ണമായും ഇത് അടക്കം ചെയ്യും. അത് എത്ര വൈകിയാലും ഇന്ന് തന്നെ അടക്കം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ Allahu Akbar. Allahu Akbar. Allahu Akbar. Allahumma salli ala Muhammad.
الله أكبر السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ബഹുമാന്യനായ IC ബാലകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ശ്രീധന്യ IAS ജില്ലാ പോലീസ് ഓഫീസർ തുടങ്ങി എല്ലാവരുടെയും നേതൃത്വത്തിൽ അവസാനത്തെ ട്രിബ്യൂട്ട് അവർക്ക് നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സർവമത പ്രാർത്ഥനാ ചടങ്ങുകളോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. MG മിഥുൻ വീണ്ടും ചേരുന്നു. മിഥുൻ, ഈ ഘട്ടത്തിൽ എത്ര പേരുടെ സംസ്കാര ചടങ്ങുകളാണ് പൂർണ്ണമാവുക? നിലവിലിപ്പോൾ 15 പേരുടെ, അതായത് 15 പേരുടെ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഈ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 31 പേരുടെ മൃതദേഹങ്ങളാണ് അല്പസമയത്തിന് മുമ്പ് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് സർവമത പ്രാർത്ഥനയോടുകൂടി പൂർത്തീകരിച്ച് അടക്കുകയും ചെയ്ത് ഇപ്പോൾ നിലവിൽ ഈ ഒരു ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. അത് എത്തിക്കുന്നതിന് വേണ്ടി അതിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ മറ്റ് ശരീരഭാഗങ്ങൾ കൂടി ഏകദേശം 158ഓളം ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ ഓരോ കുഴിയിൽ അടക്കം ചെയ്യുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള മറസൈഡിലും, അതായത് ഈ പുത്തുമലയിലെ ഈ പ്രദേശത്തുള്ള ഈ മറസൈഡിലും എല്ലാം തന്നെ അതിനുവേണ്ടിയുള്ള കുഴി ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടേക്ക് ഈ ശരീരഭാഗം മറവ് ചെയ്യും. അത് ഇപ്പോൾ ആദ്യ ഘട്ടം ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സർവമത പ്രാർത്ഥനയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റ് ഭാഗങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ദുഃഖപ്പെടുത്തുന്ന, വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച, അതായത് ആരാ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വിഷമകരമായിട്ടുള്ള സ്ഥിതിവിശേഷം, ബന്ധുക്കൾ ആരാണെന്നോ അല്ലെങ്കിൽ ഉറ്റവരാരാണെന്നോ ആരാണ് മരിച്ചതെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റാത്ത അത്രയും വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച, അത്രയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ആളുകൾ, അതായത് ഇവരുടെ ഈ ക്യാമ്പിൽ കഴിയുന്നവരെയൊക്കെ തന്നെ കൊണ്ടുവന്ന് ഇവരെ കാണിച്ചിരുന്നു. അതായത് ഈ 31 മൃതദേഹങ്ങൾ അവരെ പലതവണ കാണിച്ചിരുന്നു. പക്ഷേ അതൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയാനോ പറ്റുന്ന ഒരവസ്ഥയിലല്ല അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോസ്പിറ്റലിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. ഇവരോടൊക്കെ പല കാര്യങ്ങളും ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉദ്യോഗസ്ഥരുമായാലും മറ്റുള്ളവരെല്ലാം തന്നെ ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. കാരണം അവർക്കൊന്നും തന്നെ പിന്നീടൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരത്തിൽ മനസ്സ് മരവിച്ച മനസ്സോടെയാണ് അവിടെ ഓരോരുത്തരും കഴിയുകയും ചെയ്യുന്നത്. ഇവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചു കുട്ടികൾ പോലുമുണ്ട്. ഈ കുട്ടികൾ പോലും ഇപ്പോഴും രാത്രിയിലൊക്കെ ഈ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ പോലും, ചെറിയ ശബ്ദം കേട്ടാൽ പോലും തന്നെ അവർ ഭയപ്പെട്ട് എണീക്കുന്ന കാഴ്ച, അത്തരത്തിലുള്ള ഭയാനകരമായിട്ടുള്ള സ്ഥിതിവിശേഷം, മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവരെ ഇനി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. അവരെ കൗൺസിലിംഗ് അടക്കമുള്ള ഓരോ റൗണ്ട്, ഓരോ ദിവസവും ഇത്തരത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പലരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പോയപ്പോൾ ആ കാഴ്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ വളരെ ദുഃഖത്തിലായിരുന്ന ഒരാൾ, ഈ തരത്തിൽ ആരാണോ മരിച്ചത് എന്ന് പോലും അറിയാൻ പറ്റാത്ത, അത്തരത്തിൽ ഉറ്റവരാരാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ ഒരിടത്ത് തന്നെ എല്ലാവർക്കും
ഖബർ ഒരുക്കി അവിടെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരെയും ഈ പുത്തുമല എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശത്താണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ മറവ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും 8 മൃതദേഹം ഇവിടെ മറവ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് അല്പസമയത്തിന് മുമ്പ് മന്ത്രിമാരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ ആ 31 മൃതദേഹങ്ങൾ സംസ്കരിച്ച ശേഷം മന്ത്രിമാർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, അധികൃതരുണ്ട്, അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ബഹുമതികളോടും കൂടി ആണ് ഇവരെ അടക്കം ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അനുസരിച്ച് ആണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. നമുക്ക് അത്രയും ദുഃഖത്തോടു കൂടി മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അതായത് ആരാണെന്നോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള ശരീരഭാഗങ്ങൾ ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത് 50ഓളം പേരുടെ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. അതിനുവേണ്ടിയുള്ള കുഴികൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. അവരെ അന്തി ഉറങ്ങുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രത്യേകം കുഴികളെ അവർക്കൊപ്പം അടക്കം ചെയ്യുന്ന അവിടെ ഇവരുടെ DNA റിപ്പോർട്ടുകളും അതിനൊപ്പം ഉണ്ടാകും. ഒപ്പം തന്നെ സീൽ പതിപ്പിച്ച കല്ലുകളും അതിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ ഫോട്ടോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെയായി ഇവിടെ ഒരു അത്രയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവർ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ പോയ പല ക്യാമ്പുകളിലൊക്കെ തന്നെ നിരവധി കൊച്ചുകുട്ടികളും ഒപ്പം തന്നെ അച്ഛനമ്മമാരും നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട്. ഒപ്പം തന്നെ മക്കളെ നഷ്ടപ്പെട്ടുള്ള മാതാപിതാക്കളുണ്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ടുള്ള ഭാര്യമാരുണ്ട്. അങ്ങനെ ഉറ്റവരെയൊക്കെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പലരെയും നമ്മൾ അവിടെ കാണാൻ സാധിക്കുകയും ചെയ്തു. ഒത്തിരി പേർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അവരൊന്നും തന്നെ ഇതുവരെയും ഈ ഒരു ഭീതിയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച. നമുക്ക് അവരെ കാണുമ്പോൾ പോലും തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച. അതായത് ഒരു ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അടുത്ത ദിവസം ആരെയും ഇല്ലാതാകുന്ന അവസ്ഥ, അത് അത്രത്തോളം ഭീതിയാഴ്ത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെ ഒന്നും തന്നെ നമ്മൾ ഇന്ന് ആ ഭാഗത്തേക്ക് പോയപ്പോഴൊക്കെ തന്നെ ഇത്രത്തോളം വീട് അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മണ്ണൊഴുകി വന്ന് അവിടെയുള്ള ഈ കുടുംബങ്ങളെയും എല്ലാം കൊണ്ടുപോയത്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രത്തോളം പേരുടെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ചാലിയാർ പുഴയുടെ തീരത്ത് നിരവധി മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള തിരച്ചിൽ ഇന്നും നടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മേഖലകളിൽ 3 സെക്ടറായി തിരിച്ചുകൊണ്ട് മുണ്ടക്കൈ, ഒപ്പം തന്നെ ചൂരൽമല പ്രദേശങ്ങളിലും ഒപ്പം തന്നെ അതിന് താഴേക്കുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കൃത്യമായി ഇന്നും പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ പരിശോധനയിൽ മാനുവലായിട്ടും പരിശോധനയും ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ടും അവിടുന്ന് കല്ലും മണ്ണുമൊക്കെ മാറ്റി ആ പ്രദേശങ്ങളിൽ മറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം 100% ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ഓരോ ഏരിയ തിരിച്ച് അവർ തെരച്ചിൽ നടത്തിയത്. ഇന്നത്തെ പരിശോധന നേവിയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ NDRFന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇന്നത്തെ പരിശോധന അത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ തെരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. നാളെയാണ് ഇനി വീണ്ടും രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിക്കും. ഒപ്പം തന്നെ അവസാനത്തെ ആളെങ്കിലും ഇനി നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള 180 പേരോളമായി ഇനി കാണാതായിട്ടുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷെ അതിൽ കൂടുതലേക്ക് പോകാമോ എന്നുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ, അതായത് ഈ അപകട സമയത്തുണ്ടായിരുന്ന ഇപ്പോൾ ആശുപത്രിയിലും ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിലുമായി കഴിയുന്ന അവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ സാധിക്കൂ. ഒപ്പം തന്നെ വോട്ടർ പട്ടിക പരിശോധിക്കുന്നുണ്ട്. കൂടാതെ റേഷൻ കാർഡ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് തയ്യാറാക്കിയതനുസരിച്ച് ഇനി ഏകദേശം 180ഓളം പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 2 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു, ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ഒന്ന്
ഈ ചൂരൽമലയിലുള്ള വില്ലേജ് ഓഫീസിന്റെ മുകൾ ഭാഗത്ത് നിന്നാണ് ഈ ശരീരഭാഗങ്ങൾ കിട്ടിയത്. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു 18ഓളം പേർ അടങ്ങുന്ന റെസ്ക്യൂ ടീം അവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അവർ കണ്ടെത്തിയ ഒരു മൃതദേഹവും ഒപ്പം തന്നെ ഒരു മൃതദേഹത്തിന്റെ ശരീരഭാഗവും അവർ അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്തിരുന്നു. മൃതദേഹം എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് 18ഓളം പേരെ അതിസാഹസികമായിട്ടുള്ള ഒരു റെസ്ക്യൂ, അതായത് അവരെ റെസ്ക്യൂ ഓപ്പറേഷൻ കൂടിയാണ് അവരെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാൻ, സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ തണ്ടർബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് മനുഷ്യനാൽ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധനകളുണ്ട്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളുണ്ട്. അതൊക്കെ കേന്ദ്രീകരിച്ച് ഇന്ന് 4 ഹോട്ട്സ്പോട്ടുകളായിരുന്നു കണ്ടെത്തിയിരുന്നത്. ആ 4 ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളിൽ ഈ പ്രദേശത്ത് മറ്റേതെങ്കിലും മെറ്റൽ സാധനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും തന്നെ അവ കൂടി ഈ ഒരു റഡാറിൽ സിഗ്നൽ കാണിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ആഴത്തിൽ ഏകദേശം 20 മുതൽ 40 അടിയോളം താഴ്ചയിൽ ഈ മണ്ണും കല്ലും ഒപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം വന്ന് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ഈ ഒരു തെരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു ഇന്ന് പുരോഗമിച്ചത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ്. അതായത് കൂറ്റൻ പാറകളാണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അത്രയും ഉണ്ടായിരുന്ന വീടുകൾ, ഏകദേശം 300-ന് മുകളിലേക്കുള്ള വീടുകളുണ്ടായിരുന്നു. ആ വീടുകളുടെ എല്ലാം പൂർണ്ണമായും തകർന്ന അവശിഷ്ടങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം, വേലിപ്പാലം, ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വേലിപ്പാലം സൈന്യം തയ്യാറാക്കി വേലിപ്പാലത്തിന് സമാനമായ രീതിയിൽ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വാക്കാൽ പറഞ്ഞാൽ പോരാ. അതായത് നേരത്തെ മുൻകാലങ്ങളിൽ തന്നെ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ പാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ പാലത്തിന്റെ ഒരു സൂചന പോലും നൽകാത്ത രീതിയിൽ പൂർണ്ണമായും അവയെല്ലാം അവിടെ നിന്ന് ഒലിച്ചുപോയ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു നാടിനെ, ഒരു പട്ടണം ഒന്നാകെ ദുരന്തത്തിലാക്കി. ആ പട്ടണത്തിൽ താമസിച്ചിരുന്ന ആ കുടുംബങ്ങളെ എല്ലാം തന്നെ കവർന്നുകൊണ്ടുപോയ വലിയൊരു ദുരന്തം. അതിന്റെ 7ാം ദിവസമാണെന്ന്. 7ാം ദിവസവും ഇതുവരെയും ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഇന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരു തരത്തിലും പാതി വഴിക്കിട്ട് പിന്നോട്ടില്ല. ഇവരെയും കണ്ടെത്തി, അതായത് കണ്ടെത്താനുള്ള ആളുകളെ എല്ലാം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാന ആളെയും കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ. ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങളുണ്ട്. ആ സേനാ വിഭാഗങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങളാണ് വേണ്ടത് അത് കേന്ദ്രീകരിച്ച് എല്ലാം നൽകാൻ സർക്കാർ നൽകും. ഒപ്പം തന്നെ ആളുകളുടെ ആവശ്യമുണ്ട് എങ്കിൽ, സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യമുണ്ട് എങ്കിൽ ഇത്ര പോരാ, ഇത്രയധികം ആളുകളെ കൂടി ഇനി വേണം എങ്കിൽ അത് അനുസരിച്ച് നൽകുകയും ചെയ്യും. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്കും ഒക്കെ തന്നെ അവരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ നഷ്ടമായിട്ടുണ്ട്. പലർക്കും ഈ മൊബൈൽ നമ്പറുകൾ പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവർക്കെല്ലാം തന്നെ മൊബൈൽ ഫോണുകൾ നൽകാൻ, കാരണം ബന്ധുക്കളെയൊക്കെ വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ പലരും ഇവിടെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം പേരുണ്ട് എന്നൊക്കെ അവരെ നിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി MJ മിഥുൻ വിവരങ്ങൾ നൽകുന്നത്. മിഥുനിലേക്ക് വരാം. കൂടുതൽ മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ആരാണ് ഓർമ്മയിലേക്ക് മറയുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ വേദന ബന്ധുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോഴും ആശ്വസിക്കുന്നത് ഇതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാകും. അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് ഇനിയുള്ള സമയങ്ങളിലും വന്ന് ആ ഓർമ്മ പങ്കിടാൻ കഴിയും, ഓർമ്മ പുതുക്കാൻ കഴിയും എന്നുകൂടി ഉള്ള ആശ്വാസം കൂടി പ്രകടമാക്കിക്കൊണ്ടാണ് പലരും അങ്ങോട്ട് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ പുത്തുമലയിൽ ഒരു വലിയ സ്മാരകമുയരും എന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പുത്തുമല ഹാരിസൺ തോട്ടത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. നാടിന് നോവായിക്കൊണ്ട് 200 കൂട്ട കുഴിമാടങ്ങളാണ് തയ്യാറെടുത്തിരിക്കുന്നത്. അതിൽ 50-ലെ താഴെ വരുന്ന മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. ബാക്കി 158ഓളം മൃതദേഹ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും കൂടിയാണ് ഇന്ന് സംസ്കരിക്കുന്നത്. MJ മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, ഓരോ ഘട്ടമായിട്ട് ആ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുമ്പോൾ ഇനി എത്ര മൃതദേഹങ്ങൾ കൂടിയാണ്
അവിടേക്ക് എത്തിക്കാനുള്ളത് മേപ്പാടി ആശുപത്രിയിൽ നിന്ന്. അത് എത്ര നേരത്തിനുള്ളിൽ പൂർണ്ണമാകുമെന്ന് അറിയാൻ കഴിയുന്നു? നിലവിലുള്ള 50ഓളം ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ സർവ്വമത പ്രാർത്ഥനകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസിൽ നിന്ന് ബാക്കി ശരീരാവശിഷ്ടങ്ങൾ കൂടി ഈ ഒരു ശരീരഭാഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതും ഈ ഒരു സർവ്വമത പ്രാർത്ഥനകൾ കൂടി ശേഷം അവ ഒരുമിച്ച് സംസ്കരിക്കാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ നേരത്തെ എടുത്ത ആ ഭാഗത്ത് അവിടെ കുഴികളെടുക്കുന്ന ഈ മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ മറവ് ചെയ്തതിനു വേണ്ടി അവിടെ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ചെറിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് അവിടെ കുഴികളെടുക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മറ്റ് ഈ ഭാഗങ്ങൾ കൂടി എത്തിച്ച് ശരീരഭാഗങ്ങൾ കൂടി എത്തിച്ച് മറവ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും സർവ്വമത പ്രാർത്ഥനയോടുകൂടി ആണ് ഈ ഒരു ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുരോഹിതന്മാരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മറ്റ് ഭാഗങ്ങൾ കൂടി കൊണ്ടുവരുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ മേപ്പാടി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ആ ശരീരഭാഗങ്ങളുമായി ആംബുലൻസ് വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അവ കൂടി ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം അതും ഈ ഒരു സർവ്വമത പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് മറവ് ചെയ്യുകയും ചെയ്യും. എന്തായാലും കുഴികളെടുക്കുന്ന ഒരുമിച്ച് ഇവരെ അടക്കം ചെയ്യാൻ, അതായത് അവസാനമായി ഒരുമിച്ച് എല്ലാവരെയും അന്തിയുറങ്ങുന്നത് ഒരേയിടത്ത് തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ വളരെ ദുഃഖപ്പെടുത്തുന്ന, വളരെ ഭീതിപ്പെടുത്തുന്ന, വളരെ നൊമ്പരപ്പെടുത്തുന്ന, മനസ്സ് മരവിപ്പിച്ചു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലും തന്നെ നമ്മളെ കൃത്യമായി എത്തുന്നു. ഇപ്പോൾ ആ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത സമയത്തിനകം തന്നെ എത്താമെന്ന് കരുതുന്നു. എന്തായാലും നിലവിൽ മേപ്പാടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന 158ഓളം ശരീരഭാഗങ്ങൾ അവ പൂർണ്ണമായും ഇവിടേക്ക് എത്തുന്നു. അതും സർവ്വമത പ്രാർത്ഥനകൾക്ക് ശേഷം അവ അടക്കം ചെയ്യും. ഇപ്പോൾ 66 ശരീരഭാഗങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മറ്റു ശരീരഭാഗങ്ങൾ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തുകയാണ്. അങ്ങനെ പൂർണ്ണമായും മേപ്പാടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ലഭിച്ചിട്ടുള്ള ഈ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ സംസ്കരിക്കുന്നതിലേക്ക് പോകുന്നു. മൃതദേഹം, അതായത് പൂർണ്ണമായും ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ 31 എണ്ണമായിരുന്നു. ആ 31 എണ്ണത്തിന്റെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് മുമ്പാണ് കഴിഞ്ഞത്. ഇനി ഈ ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ ഓരോന്നിനെയും ഓരോ കുഴി അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്, ഖബർസ്ഥാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയാണ് അടക്കം ചെയ്യുക. അതിനുശേഷം പിന്നീട് ഇവർക്കെല്ലാം കൂടി ഒരു യാത്രാമൊഴി ചൊല്ലിയതിനു ശേഷം ഇവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യും. നിലവിൽ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നിലവിൽ 2 ശരീരഭാഗങ്ങളാണ് ഇന്ന് ലഭിച്ചത്. അത് ഒന്ന് ഈ പറയുന്ന ചൂരൽമല വില്ലേജ് ഓഫീസിന് മുകൾ ഭാഗത്ത്, അതായത് പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരായി അവശേഷിക്കുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് മുതൽ പുത്തുമലയിലെ ഹാരിസൺ തോട്ടത്തിലാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് 200ഓളം കുഴിമാടങ്ങൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 27 മൃതദേഹങ്ങൾ, 154 ശരീരഭാഗങ്ങൾ. ഇതിൽ 154 ശരീരഭാഗങ്ങളും ഓരോ മൃതദേഹമായി പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 തൊട്ട് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചുകൊണ്ട്, മേപ്പാടി ആശുപത്രിയിൽ നിന്ന് എത്തിച്ചുകൊണ്ടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഓരോ ഘട്ടത്തിനു മുൻപായി സർവ്വമത പ്രാർത്ഥനകൾ നടക്കുന്നു. ആദ്യം ക്രൈസ്തവ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ, പിന്നീട് ഹൈന്ദവ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ,
ഇസ്ലാം മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ, ഒപ്പം അന്ത്യോപചാരവും നൽകിക്കൊണ്ടുകൂടിയാണ് ഓരോ മൃതദേഹങ്ങളും അടക്കം ചെയ്യുന്നത്. ഇന്നലെ ഗവൺമെൻറ് സർക്കാർ ഉത്തരവ് വരുന്നതിനുണ്ടായ കാലതാമസം കൊണ്ട് ഏറെ നീണ്ടുപോയിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത 8 പേരുടെ മൃതദേഹമാണ് ഇന്നലെ സംസ്കരിച്ചത്. ഇന്നലെ തൊട്ട് തുടങ്ങിയ ആ സജ്ജീകരണങ്ങൾക്ക് ശേഷമെല്ലാമാണ് ഇന്ന് സംസ്കാരം നടത്തുന്നത്. വീണ്ടും MG മിഥുനിലേക്ക്. മിഥുൻ, ഇന്നലെ തൊട്ടേ അവിടെ ആൾക്കാർ, ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ആൾക്കാർ അടക്കം, ദൂരത്തു നിന്നുള്ള ബന്ധുജനങ്ങളടക്കം എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഈ പുത്തുമലയിൽ, ഈ സ്ഥലത്ത് ഇനി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകും, തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ പ്രിയപ്പെട്ടവരുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് തങ്ങൾ ഇവിടുന്ന് പോകുക എന്നവർ മാധ്യമങ്ങളോട് പറയുകയും ന്യൂസ് 18 പറയുകയും ചെയ്തിരുന്നു. അവരൊക്കെ സ്വദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ വന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ആ നെഞ്ചുപൊട്ടുന്ന ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? അപർണ, ഇവരെല്ലാം തന്നെ ഇന്ന് കർശനമായി, കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർശനമായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു, ആരെയും കടത്തിവിടാൻ പാടില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധുക്കൾ അങ്ങനെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെ ഈ ആദ്യം കാണിക്കുക ഈ ഒരു ദുരിതമുഖത്തുണ്ടായിരുന്ന ആളുകളെ പാർപ്പിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതിന്റെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷമായിരുന്നു അവിടെ കൊണ്ടുപോയി അവരെ കാണിക്കുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരെയും കാണിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്ന താൽക്കാലിക മോർച്ചറി തയ്യാറാക്കിയിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിലായിരുന്നു താൽക്കാലിക മോർച്ചറി അറിവുണ്ടായിരുന്നത്. അവിടെ ഏകദേശം 30ഓളം മൃതദേഹങ്ങളുണ്ടായിരുന്നു. അവിടെ എത്തിച്ച് ഇവരെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൊണ്ട് ചുരൽമലയിലേക്കോ അല്ലെങ്കിൽ മറ്റ് മുണ്ടക്കൈയിലേക്കോ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കടത്തിവിടേണ്ട എന്നുള്ളൊരു കർശനമായ നിർദ്ദേശം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്കും ഒപ്പം തന്നെ സന്നദ്ധ സംഘടന അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രം, ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ഒരു അകത്തേക്ക് പ്രവേശനം ഉണ്ടായത്. ഇന്നും ആ സമാനമായ കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. മറ്റുള്ളവർക്കൊന്നും തന്നെ അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു. ഒപ്പം തന്നെ അവിടെ ആ മേഖലയിൽ ഉണ്ടായിരുന്ന, ആ ഭാഗത്തുണ്ടായിരുന്ന ഈ ദുരന്തം ബാധിച്ച പ്രദേശത്തിന് സമീപത്തുണ്ടായിരുന്ന ആളുകളെ ഉൾപ്പെടെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. അവർ അനുസരിച്ച്, അതായത് അവർ പറയുന്നതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയും ഒപ്പം തന്നെ ഇനി എത്ര പേരുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവരെത്തുന്നത്, ഒരു ഏകദേശ കണക്കുകളിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾക്ക് ഇവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനിയും 180 എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം ഒരു 300-നകത്തേക്ക്, 250-ന് മുകളിലേക്ക് ആളുകളെ കാണാനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. കാരണം അത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അത്രത്തോളം പേരുണ്ടായിരുന്നു. അവരെയൊക്കെ അതായത് ആ പ്രദേശത്ത്, സ്കൂൾ നിൽക്കുന്ന ആ പ്രദേശത്ത് മാത്രം ഏകദേശം 70 വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 402 അതിൽ മണ്ണിനടിയിൽ നിന്ന് പിന്നെ ചാലിയാറിൽ നിന്നെല്ലാം കണ്ടെടുത്തവയിൽ 180ഓളം ശരീരഭാഗങ്ങളാണ്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. അതിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ഉള്ളവയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി മുതലുള്ള സംസ്കാരം നടക്കുന്നത്. ഏതായാലും തെരച്ചിലിന് തുടരും. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം നിജപ്പെടുത്തിയിരുന്നു. ഇന്ന് തെരച്ചിൽ നടത്തിയത് 12 സോണുകളിലായിട്ടാണ് തെരച്ചിൽ നടത്തിയത്. അതിൽ തന്നെ 50 പേര് വീതമുള്ള സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് കൂടിയാണ് തെരച്ചിൽ നടത്തിയത്. സൈന്യം തെരച്ചിൽ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ സൈന്യം തുടരും. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് ആ തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാൻ കൂടിയാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. MG മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുമ്പോൾ ഇനി
തെരച്ചിലിനുള്ള പ്രതീക്ഷകൾ നശിച്ച ഒരു സ്ഥിതിയുണ്ട്. പുനരധിവാസത്തിന് അതിജീവനത്തിനായിട്ടായിരിക്കണം ഇനിയുള്ള ഓരോ സമയവും വിനിയോഗിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരും അധികൃതരുമെല്ലാം സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരച്ചിലുകൾ അവസാനിക്കുന്നു ഏകദേശം. അത് അല്ലെങ്കിൽ ഇനിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം മണ്ണിനടിയിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ള ഒരു ധാരണയിലേക്കും ഒരു തീരുമാനത്തിലേക്കും കൂടി എത്തുകയാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടെ എന്നുകൂടി വേണ്ടേ അനുമാനിക്കാൻ? അപർണ, അതായത് നിലവിൽ ഇന്ന് മന്ത്രിസഭയുടെ ഉപസമിതി ചേർന്നതിന് ശേഷം യോഗം ചേർന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവസാന ആളെയും അതായത് ഇനി കണ്ടെത്താനുള്ള അവസാന 180 പേരെ എന്നുള്ളതാണ് അനൌദ്യോഗിക കണക്ക് പ്രകാരം അവർ പറയുന്നത്. അത്രയും പേരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. ഒരു പാതി വഴിക്കിട്ട് ഉപേക്ഷിച്ചു പോകുന്ന കാര്യമില്ല. എന്തായാലും ഈ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഇവിടെ തുടരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി നൽകാൻ സർക്കാർ നൽകുമെന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു അവസാനവട്ട രീതിയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ അവസാനവട്ട രീതിയിൽ മാനുവലി ഈ ഒരു നേവി ഉദ്യോഗസ്ഥരും തന്നെ NDRFന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും ഒക്കെ ടീം ആ ഭാഗത്തേക്ക് പോയി അവിടെയൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയ ശേഷം മാനുവലി അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഈ ചൂരൽമല ഒപ്പം തന്നെ മേപ്പാടി അടക്കമുള്ള മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. ആ ഭാഗത്ത് നിന്നും തന്നെ ഇന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. മൃതദേഹ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു ആ പ്രദേശത്ത് നിന്ന്. ഒപ്പം തന്നെ ഇന്ന് ഒരു 3 സെക്ടറായിട്ടായിരുന്നു 3 റീജിയനായിട്ട് തിരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പരിശോധന നടത്തിയത്. നാളെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി അതായത് അവസാന വട്ടത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചതിന് ശേഷം 100% ഉറപ്പ് വരുത്തിയതിനു ശേഷം അവിടെയൊന്നും ഇനി മൃതദേഹങ്ങളില്ല അല്ലെങ്കിൽ മറ്റ് ശരീരാവശിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇനിയുള്ളത് ഈ താഴോട്ടു ഭാഗമാണ്. അതായത് ഈ പ്രദേശവാസികൾ പറയുന്നതും അത് തന്നെയാണ്. കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാർ പുഴയിൽ നിന്നാണ്. ആ സമയത്തൊക്കെ ഒരു വെള്ളവും മണ്ണും എല്ലാം ഒരുമിച്ച് വന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള സൈഡിലുള്ള ഈ തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. ആ ഭാഗത്ത് നിന്നൊക്കെ തന്നെ മൃതദേഹങ്ങൾ നേരത്തെ ലഭിച്ചതാണ്. അവിടെ കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണ് മാറ്റി ആ സൈഡിലെ മണ്ണൊക്കെ മാറ്റി അവിടുത്തെ മരങ്ങളൊക്കെ നീക്കം ചെയ്ത് അവിടുത്തെ പാറകഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്ത് അവിടെ നിന്ന് ഈ ഒരു പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കാം നാളെ നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചാലിയാർ പുഴയിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോഴും കൃത്യമായ രീതിയിൽ പരിശോധന പോകാൻ തന്നെയാണ് സർക്കാർ തങ്ങളുടെ തീരുമാനം. അതനുസരിച്ചാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു നേരെ വിരട്ടിയാൽ പിന്നീട് അത് വളരെ രീതിയിൽ ദുഷ്കരമാണ്. ഈ ഒരു തെരച്ചിലിനെ വലിയ രീതിയിൽ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് ആളുകൾ കൃത്യമായി മാറണമെന്നുള്ള കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വ്യാപകമായ മോഷണം ഈ ഭാഗത്ത് അതായത് രാത്രി ഇവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് പോകുമ്പോൾ അത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് ഇത്രയും വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി കൃത്യമായ പെട്രോളിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 ബറ്റാലിയൻ യൂണിറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് അവർ 24 മണിക്കൂർ 24/7 ഈ ഒരു പരിശോധന നടത്തും. അവർ അതിനുവേണ്ടി പെട്രോളിംഗ് സംവിധാനങ്ങൾ ഒരുക്കും. ആ മേഖലയിൽ തന്നെ അവർ ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പരിശോധന ഇന്നത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ വീണ്ടും രാവിലെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നാളെ രാവിലെയും 8ാം ദിവസം വീണ്ടും ഈ ഒരു തെരച്ചിൽ തുടരുകയും ചെയ്യും. പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യും. ഇനിയും ഓരോ സ്ഥലങ്ങളും അതായത് ഈ അപകടം ബാധിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ മുഴുവൻ പരിശോധിച്ചതിന് ശേഷം അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാന വട്ടം കൂടി പരിശോധിച്ച് അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഈ 3 റീജിയൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. അവിടെയൊന്നും തന്നെ ഇതിലൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഭാഗങ്ങളിൽ അതായത് സമീപത്തുള്ള ഈ വെള്ളം കയറിയും ഒപ്പം തന്നെ ഭാഗികമായി തകർന്നു വീണിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവിടെ നിന്നാണ് ഇന്ന് ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു
മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയത്, ശരീരഭാഗങ്ങൾ അവിടെ നിന്നാണ് കിട്ടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് താഴോട്ടുള്ള അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ഈ മണ്ണൊഴുകി പോയിട്ടുള്ള ആ ദുരന്തം കൂടുതൽ വ്യാപിച്ചിട്ടുള്ള ആ മേഖലയിലേക്ക് കൂടി നാളെ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ചാലിയാർപ്പുഴയിലെ പരിശോധന വീണ്ടും തുടരും. നാളെ വീണ്ടും ഒരിക്കൽ കൂടി കൃത്യമായി പരിശോധനകൾ നടത്തും. ആ മേഖലകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെയുണ്ട്. എല്ലാവരും രാവിലെ കൃത്യമായി അവർ ഈ ദുരന്തത്തിൽ ഏർപ്പെട്ട കൈത്താങ്ങായി, ഒപ്പം തന്നെ സേനാ വിഭാഗങ്ങൾക്ക് കൈത്താങ്ങായി എല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും ഒപ്പം തന്നെ തണ്ടർപോർട്ട് വിഭാഗങ്ങളും സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ ഒത്തൊരുമയോടെ ഒരു ജോയിന്റ് ഓപ്പറേഷൻ എന്ന രീതിയിൽ അത്രയും രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത്രയും വിഷമകരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഈ ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മേപ്പാടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ശരീരഭാഗങ്ങളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ 66 ശരീരഭാഗങ്ങളായിരുന്നു എത്തിച്ചത്. ബാക്കി കൂടി അല്പസമയത്തിന് മുമ്പ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി സർവ്വമത പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. അതിനുശേഷം അത് മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. അതിനുവേണ്ടിയുള്ള ഖബർസ്ഥാൻ അടക്കം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഫ്ലാറ്റുകൾ ഉപയോഗിച്ച് പ്രത്യേകം എല്ലാത്തിനും നമ്പർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഓരോരുത്തർക്കും ഉദ്യോഗസ്ഥർക്ക് അടക്കം ചെയ്യുന്നതിന്റെ ഒരു വോളണ്ടിയർ എന്ന രീതിയിൽ, അതായത് 5 ശരീരഭാഗങ്ങൾ അടക്കം ചെയ്യുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനൊപ്പം ഒരു വോളണ്ടിയറും ഉണ്ടാകും. അവരാണ് ഈ അടക്കം ചെയ്യുന്നത്. അതിനുശേഷം അത് മൂടിയതിനു ശേഷം അതിനൊപ്പം DNA പരിശോധന റിപ്പോർട്ട് അടക്കം അതിനകത്തുണ്ടാകും. ഒപ്പം തന്നെ ഇതിന്റെ നമ്പറും, അതായത് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ആ രേഖകൾ പ്രകാരം നൽകിയിട്ടുള്ള നമ്പർ കൂടി അതിൽ ഉൾപ്പെടുത്തി ആ കല്ല് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. എന്തായാലും നിലവിൽ രാത്രിയോടുകൂടി തന്നെ, കഴിഞ്ഞ ദിവസം ഏറെ വൈകിയായിരുന്നു, രാത്രി 10:30 സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. അത് ഏകദേശം 12:30 ആണ് അത് അവസാനിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകളാണ്, സംസ്കാര ചടങ്ങുകളാണ്. അതിപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത് പൂർത്തീകരിച്ചതിന് ശേഷം മറ്റ് ഇനി എത്തരത്തിൽ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബോഡികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മറ്റ് മൃതദേഹങ്ങളൊക്കെ തന്നെ ഈ മേപ്പാടി ഹോസ്പിറ്റലുകളിലും ഒക്കെ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള മോർച്ചറികളിലും ഒക്കെ ഉണ്ട്. കാരണം ഈ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങളുണ്ട്. അവയൊക്കെ തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ബന്ധുക്കൾ പലരും ഹോസ്പിറ്റലുകളിലാണ് കഴിയുന്നത്. അവർക്ക് തിരികെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത് അടക്കം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കേന്ദ്രീകരിച്ച് അവ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ മോർച്ചറികളിൽ മൃതദേഹം സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതെല്ലാം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞവയാണ്. എന്തായാലും അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള, അത്രത്തോളം ഭീതിയിലാഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇനി എന്തായാലും നേരത്തെ അപർണ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇനി അതിജീവനത്തിന്റെയും ഒപ്പം തന്നെ പുനരധിവാസത്തിന്റെയും ഒക്കെ ആളുകളാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം പല കുട്ടികൾക്കും സ്കൂളുകളടക്കം തകർന്നു പോയിട്ടുണ്ട്. പല കുട്ടികൾക്കും ഇന്ന് മുതൽ, അതായത് അധ്യയനം വീണ്ടും വയനാട് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വിദ്യാലയങ്ങൾക്കെല്ലാം തന്നെ അവധിയായിരുന്നു. ഇന്ന് വീണ്ടും മറ്റ് ഈ ഒരു ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത മറ്റ് സ്കൂളുകൾ എല്ലാം തന്നെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി സ്കൂളുകൾ, ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും ഒപ്പം തന്നെ ഈ അപകടമുണ്ടായ പ്രദേശത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ, അവരെ ഇനി പുനരധിവസിപ്പിക്കുകയും ഒപ്പം തന്നെ അവരുടെ പഠനം എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി നാളെ ഈ മേഖലകളിലേക്ക് വരുന്നത്. ഇവിടെ സന്ദർശിച്ച ശേഷം കൃത്യമായി മന്ത്രിസഭ ഉപസമിതിയുമായി കൂടിയാലോചനകൾ നടത്തും. ഉദ്യോഗസ്ഥ സംഘങ്ങളുണ്ട്. ഇവരെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യുക, ഏത് സ്കൂളിലാണ് ഈ കുട്ടികളെ പിന്നീട് അക്കോമഡേറ്റ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. കൂടാതെ ഈ പല, അതായത് ടൗൺഷിപ്പ് അടക്കം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഈ ഒരു ദുരന്തമുഖത്തെ ചുമതലയുള്ള മന്ത്രി A.K. ശശീന്ദ്രനും ഒപ്പം തന്നെ മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെയും അവിടെ സന്ദർശനം നടത്തുകയും ഒപ്പം തന്നെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഇനിയുള്ളത്, അതായത് പല അപകടങ്ങളുണ്ടാകുമ്പോഴും പല ദുരന്തങ്ങളുണ്ടാകുമ്പോഴും ഈ ഒരു പ്രശ്നം പ്രധാനമായി
പ്രധാനമായും നിലനിൽക്കുന്നത്. ഇവരുടെ രേഖകളെല്ലാം തന്നെ ഈ ഒരു അപകടത്തിൽ നശിച്ചു പോകുന്നതാണ്. ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് പക്കലുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് ഒരു അദാലത്ത്, അതായത് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചതിന് ശേഷം ഈ ഒരു തെരച്ചിലൊക്കെ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഈ ദുരന്തത്തിൽ ഹാനി സംഭവിച്ചിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ എത്തിച്ച് ഒരു അദാലത്ത് നടത്തി അവർക്ക് കുടുംബാംഗങ്ങൾക്ക് അവർക്ക് അവരുടെ രേഖകളും മറ്റുമെല്ലാം നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പുത്തുമലയിൽ ആണ് നമ്മളിപ്പോൾ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പുത്തുമലയിൽ പണ്ട് നമുക്കറിയാം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വീടുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലേക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ മറ്റു വ്യക്തികളുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാ ജനവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ പൂർണ്ണ പിന്തുണയുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലടക്കം സംഭാവനകൾ നൽകുന്നുണ്ട്. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറുന്നതിനു വേണ്ടി ഉള്ള എല്ലാ രീതിയിലും എല്ലാ പിന്തുണയും എല്ലാവരും നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിമർശനങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യും. പക്ഷേ വിമർശനങ്ങൾ എല്ലാം ഏറ്റുവാങ്ങാൻ തങ്ങൾ തയ്യാറാണ്. പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു നിലപാട് കൂടി മന്ത്രിമാർ വ്യക്തമാക്കുന്നു. കൂടാതെ തന്നെ വനമന്ത്രി, അതായത് കേന്ദ്ര വനമന്ത്രി പറഞ്ഞത്, അതായത് ഈ അപകടത്തെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളൊക്കെ തന്നെ അതിന് അനുവദിക്കുന്നില്ല എന്നടക്കമുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു ആണോ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ചോദ്യം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. അതിന് മറുപടി നൽകാനില്ല എന്നും മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായാലും ഇപ്പോൾ സർവ്വമത പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കും. അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് നടക്കും. ഓരോ അവസാനങ്ങളും റെഡിയായിട്ടുണ്ട്. അതിനുവേണ്ടി ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് അവ ഓരോന്നായി ആഴത്തിൽ കുഴിയെടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അത്രയും നൊമ്പരപ്പെടുത്തുന്ന, അത്രയും സങ്കടത്തിലാഴ്ത്തുന്ന കാഴ്ചകൾ ഓരോരുത്തരും ആരാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു കാഴ്ച, ഉറ്റവരാരാണോ എന്നൊന്നും തന്നെ അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനവിഭാഗങ്ങൾക്കിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർ നിരവധി പേരാണുള്ളത്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണം. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ പോലും തന്നെ ഇപ്പോഴും അതിൽ നിന്നും മുക്തരാകാത്ത നിരവധി ആളുകളുണ്ട്. അവർ എങ്ങനെയാണ് ഇനി തിരികെ ഈ ജീവിതത്തിലേക്ക് വരിക എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അവർ തിരികെ വരും. ഇതെല്ലാം തന്നെ അവർ അതിജീവിക്കും. കാരണം മുൻകാലങ്ങളിലും പല അപകടങ്ങളും ഉണ്ടായപ്പോഴും ഒക്കെ തന്നെ അതെല്ലാം ഒറ്റക്കെട്ടായിട്ട് അതിജീവിച്ചിട്ടുള്ള ചരിത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും അവർ മുക്തരായി അതിജീവനത്തിന്റെ പാതയിലേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവസാനഘട്ടമായി അവർക്കൊരു സർവമത പ്രാർത്ഥനയോടുകൂടി അവരെ യാത്ര അയക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സർവമത പ്രാർത്ഥന ആരംഭിക്കും. അപർണ. MG മിഥുൻ വിവരങ്ങൾ നൽകുന്നത്. സൈന്യത്തിന് തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോഴും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ ഇനി ഏത് ഘട്ടത്തിലായിരിക്കുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ പൂർണ്ണമാകും. മിഥുൻ, ഇന്നലെ എല്ലാവരും പറഞ്ഞത് ഇനി അടുത്ത വർഷം ഇവിടെ എല്ലാവരും എത്തും, ഇവിടെ ഒരു സ്മാരകമുയരും, പുത്തുമലയിൽ ആ ഒരു സ്മാരകമുയരുമെന്ന്. ഒരിക്കൽ പ്രകൃതിയുടെ വലിയ ദുരന്തത്തിനിടയായ പുത്തുമല തന്നെ അതിന് സാക്ഷിയായി മാറുന്നത്, അതിന് വേദിയായി മാറുന്നത് പോലും അതും വിധിയുടെ മറ്റൊരു നിയോഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ പുത്തുമലയിൽ ഒരു സ്മാരകമുയരുക, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ പുത്തുമലയിൽ എത്തിച്ചേരുന്ന ബന്ധുജന മിത്രാദികളുടെ ഒഴുക്ക് അതിനുകൂടി ഒരു വേദിയാകുക. അങ്ങനെ ഒരു സ്മാരകം പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇനിയുള്ള വർഷങ്ങളിലും നോവായി
മനസ്സുകളിൽ നീറിപ്പിടിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെ ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചടക്കം അപ്പോൾ അതുപോലും വിഭാവനം ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ. തീർച്ചയായും അതായത് ഈ ഒരു പുത്തുമല ദുരന്തം ഉണ്ടായിട്ട് ആ ദിവസം കടന്നു വരാൻ 7 ദിവസം ബാക്കിയുള്ളപ്പോൾ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി ഈ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെ ഇത്തരത്തിൽ പുത്തുമലയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടി ഈ സ്ഥലം തെരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ഒരു വലിയ സ്മാരകം ഈ ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തിന് ഇടയാക്കിയ ഈ സംഭവം, അതുകൊണ്ട് തന്നെ അവരെ ആദരപൂർവ്വമായി എന്നും ഓർക്കുന്നതിന് വേണ്ടി അവർക്കൊരു സ്മാരകം പണിയുക എന്നുള്ളൊരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം ഇത്രയും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഇതിന്റെ രീതിയിൽ പല അഭിപ്രായങ്ങളും പല രീതിയിലും സോഷ്യൽ മീഡിയകളിലടക്കമുള്ള പല ചർച്ചകളും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് പ്രധാനമായും ഉള്ളത് മനുഷ്യനിർമ്മിതമാണോ ഈ ഒരു ദുരന്തമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും 90% ഈ മഴ തന്നെയാണ് കാരണം. അളവിൽ കൂടുതൽ മഴ ഉണ്ടായാൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് പിന്നീട് താഴേക്ക് വലിയ ദുരന്തമായി വന്നത്. ആ സമയത്ത് ഉണ്ടായ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒരു വലിയ ശബ്ദമുണ്ടാകുന്നു. ആ സമയത്ത് അവിടെ നിന്നുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും വെള്ളം കയറുന്നത് കണ്ടുകൊണ്ട് മുകളിലെ ഭാഗത്തേക്ക് സുരക്ഷിതമായി മാറി നിൽക്കുകയും മുകളിലുള്ള പല വീടുകളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. MJ മിഥുൻ വിവരങ്ങൾ നൽകുന്നത്. ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് മടങ്ങുന്ന കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ഇതുവരെ കാണാത്ത രംഗങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു പുത്തുമല. 200 കൂട്ടക്കുഴിമാടങ്ങളാണ് അവിടെ ഉള്ളത്. അതിലേക്ക് തിരിച്ചറിയപ്പെടാനാകാത്തവരുടെ മൃതദേഹ ഭാഗങ്ങൾ അടക്കം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്, തുടരുകയാണ്. അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമായി നിൽക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം അവിടെയുണ്ട്. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്.